ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിധ. ചോദ്യം 1. കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ എന്തെല്ലാം? അവയുടെ സവിശേഷതകൾ അവതരിപ്പിക്കുക. ഉത്തരം: ആദിവാസികളും അവരുടെ ജീവിത പരിസരവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കാട്ടാനയുടെ പ്രസവം, വനത്തിലെ ചോലകളിലെ ജലത്തിൽ മുങ്ങാങ്കുഴിയിടുന്ന നീർക്കാക്കകൾ, നീർക്കാക്കയിൽ നിന്നും രക്ഷ നേടാൻ നെട്ടോട്ടമോടുന്ന മീനുകൾ, കാട്ടിലെ മരവാഴകൾ, മരവാഴയിലെ പൂക്കൾ ചൂടാൻ പെണ്ണുങ്ങൾ ഇല്ലാത്തതിന്റെ വേദന, പുഴയൊഴുകി വെളുത്തു തേഞ്ഞുപോയ കല്ലുകൾ, കാട്ടിലെ കുന്നുകളിലെ സ്വർണ സാന്നിധ്യം, ഒളിഞ്ഞു നോക്കുന്ന കൈതപ്പൂക്കൾ, പുല്ലുകൾക്കിടയിൽ കുരുങ്ങുന്ന മുയലുകൾ, പുഴയിലൂടെ വിലങ്ങനെ സഞ്ചരിക്കുന്ന വാളമീനുകൾ, ചാടിക്കളിക്കുന്ന ഏട്ടക്കൂരി, വെളുത്തു നരച്ചുപോയ മലകൾ, കച്ചവടച്ചരക്കായി മാറുന്ന കാട്ടുകല്ലുകൾ, മുറിച്ചു കടത്തപ്പെടുന്ന മരങ്ങൾ, ഇതൊക്കെയാണ് കവിതയിലെ ദൃശ്യങ്ങൾ. ആദിവാസി പ്രകൃതിയുടെയും ആദിവാസി ചൂഷണത്തിന്റെയും അസൽ കാഴ്ചയാണ് ഈ ചിത്രങ്ങളിൽ ഉള്ളത്. ചോദ്യം 2. കവിതയിലെ ഗോത്രഭാഷാ പദങ്ങൾക്ക് തുല്യമായ പ്രാദേശിക ഭാഷാ പദങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഗോത്രഭാഷാ പദം, പ്രാദേശിക പദം: കൊത്തളു ഏട്ടക്കൂരി മത്സ്യം, കാണി ഇല്ല, വേണു വേണം, കാടുമുവൽ കാട്ടുമുയൽ, വാളെ വാള, ചാന്തു ചന്തം, ഞാൻ ഞാൻ, ഏവു ഏഴ്, പുവേ പുഴയെ. ചോദ്യം 3. കുത്തിവീണ കല്ലുകളെല്ലാം വെളുത്ത ചോര കക്കുന്നു. കവിയുടെ വേദനയിൽ സമത്വബോധത്തിന്റെ വിശാലതകൾ കണ്ടെത്താനാവുമോ? ചർച്ച ചെയ്യുക. ഉത്തരം: സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും പുറത്താക്കപ്പെടുകയോ അരികുവൽക്കരിക്കപ്പെടുകയോ ചെയ്ത ഒരു വിഭാഗം ജനങ്ങളാണ് ആദിവാസികൾ. അവരുടെ മണ്ണും ഭൂമിയും ജലവുമെല്ലാം ചൂഷണത്തിന് വിധേയമാവുന്ന കാഴ്ചയാണ് ഇന്ന് നാം കാണുന്നത്. ആദിവാസികളുടെ മലകളിൽ കണ്ണിടുന്ന പരിഷ്കൃത സമൂഹം സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി മലകളും മറ്റും ഇടിച്ചു നിരത്തുന്നു. ഏത് കറുപ്പിനെയും വെളുപ്പിക്കാൻ കരുത്തുള്ള അധികാരിവർഗവും സമ്പന്നവർഗവും ആദിവാസികളുടെ സംസ്കാരത്തിന്റെ അന്തകന്മാരായി നിലനിൽക്കുന്നതിന്റെ വേദനയാണ് ഇവിടെ കവി പങ്കുവയ്ക്കുന്നത്. എത്ര കിട്ടിയാലും എന്ത് കിട്ടിയാലും മതിവരാത്ത പരിഷ്കൃത സമൂഹത്തിന്റെ സമത്വബോധം വെറും പാഴ്വാക്കാണ്. ചോദ്യം 4. 7 മലകൾ ചാടിയിട്ടും 7 പുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി ഊത്തക്കാലത്തും രക്ഷയില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ അതിജീവനത്തിന്റെ പ്രതീകാത്മകമായ ചിത്രീകരണമാണോ കാവ്യഭാഗത്തുള്ളത്? നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. ഉത്തരം: ഏട്ടക്കൂരി എന്ന സങ്കല്പം കവിതയിൽ ആദിവാസിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ബിംബമാണ്. കാലാകാലങ്ങളായി മുഖ്യധാരയിലേക്ക് വരാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നവരാണ് ആദിവാസികൾ. ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ മുതലായ മേഖലകളിൽ പുരോഗമനത്തിന്റെ പടവുകൾ കയറാൻ അവർ കഴിവതും ശ്രമിക്കുന്നു. ഭക്ഷണം, വസ്ത്രം, ഭാഷ മുതലായ കാര്യങ്ങളിൽ നാട്ടിലെ ജനങ്ങളുടേതുമായി ഒത്തുപോകാൻ ആദിവാസികൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എത്ര പരിഷ്കരണ പ്രസ്ഥാനങ്ങളും പുനരധിവാസങ്ങളും കടന്നുപോയിട്ടും ആദിവാസികൾക്ക് പഴയ നിലയിൽ നിന്നും ഗണ്യമായ പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിജീവനത്തിനായി അതികഠിനമായി അധ്വാനിക്കുന്നവരാണ് ഇന്നത്തെ ഗോത്രവർഗക്കാർ. പക്ഷേ ചെമ്മീൻ ചാടിയാൽ ചട്ടിയോളം എന്ന അവസ്ഥയാണ് അവരുടേത്. ഇത്തരമൊരു ദയനീയാവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ പുതിയ ക്ഷേമ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയണം. ചോദ്യം 5. കന്നാരം പുഴയിലെ കല്ലുകൾ ഉരസി നരസിക്കു നര വീണു. വരികളിലെ കാവ്യഭംഗിക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്തെല്ലാം? വിവരിക്കുക. ഉത്തരം: ഈ വരികൾ ഏട്ടക്കൂരി എന്ന കവിതയിലേതാണ്. ഈ വരികൾക്ക് ആശയഭംഗിയും രൂപഭംഗിയുമുണ്ട്. പുഴയൊഴുകുമ്പോൾ കല്ലുകൾ മിനുസപ്പെടുകയും അവയുടെ നിറം മാറുകയും ചെയ്യുക സ്വാഭാവികമാണ്. പുഴയുടെ അനേക കാലമായുള്ള ഒഴുക്കിന്റെ നൈരന്ത്യം ഇവിടെ വ്യക്തമാകുന്നു. കല്ലിനെ പോലും വെളുപ്പിക്കുന്ന ഒഴുക്കിന്റെ ശക്തിയും ഇവിടെ ധ്വനിക്കുന്നു. കൂടാതെ
ക, ന മുതലായ അക്ഷരങ്ങളുടെ ആവർത്തനവും ഈ വരികളുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട്. ചോദ്യം 6. കേരളത്തിൽ അനവധി ഗോത്രഭാഷകൾ ഉള്ളതിൽ ഒന്നിലാണ് നാം പരിചയപ്പെട്ട കൈത്തളു എന്ന കവിത രചിച്ചിട്ടുള്ളത്. ഇതുപോലെ മറ്റു ഗോത്രഭാഷകളിൽ നിന്നും ലഭ്യമാകുന്ന രചനകളും വാമൊഴിപ്പാട്ടുകളും ശേഖരിച്ച് പാരമ്പര്യ വാദ്യങ്ങളും സംഗീതോപകരണങ്ങളും പ്രയോജനപ്പെടുത്തി പാട്ടരങ്ങ് സംഘടിപ്പിക്കുക. ശേഖരിച്ചവ പതിപ്പാക്കുകയും വേണം. കേരളത്തിൽ അനേകം ഗോത്രഭാഷകളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വയനാട്ടിലെ ആദിവാസികൾ സംസാരിക്കുന്ന റാവുല ഭാഷ. ഈ ഭാഷയിലാണ് കൈത്തളു എന്ന കവിത എഴുതിയിരിക്കുന്നത്. കേരളത്തിലെ പ്രധാന ഗോത്രവർഗക്കാർ ചോലനായ്ക്കർ, കാട്ടുനായ്ക്കർ, കാടർ, കറുമ്പർ, കൊറകർ, കുറിച്യർ, മുതുവർ മുതലായവരാണ്. മുതുവർ ഗോത്രഭാഷ, ഇരുളർ ഗോത്രഭാഷ, റാവുള ഭാഷ മുതലായവയാണ് പ്രധാന ഗോത്രഭാഷകൾ. അശോകൻ മറയൂർ, സുകുമാർ ചാലികത്ത, ലിജിന കടുമേനി, ബിന്ദു ഇരുളം, ധന്യവേങ്ങലേച്ചി, ശാന്തി പനക്കൽ തുടങ്ങിയവരാണ് പ്രധാന ഗോത്രഭാഷാ കവികൾ. ഇവരുടെ കവിതകൾ പലതും യൂട്യൂബിൽ ലഭ്യമാണ്. പാട്ടരങ്ങ് സംഘടിപ്പിക്കാൻ ഈ കവിതകൾ ശേഖരിക്കാവുന്നതാണ്. ചോദ്യം 7. പരിസ്ഥിതി പ്രമേയമായ കവിതകൾ കോർത്തിണക്കി ഓഡിയോ ആൽബം നിർമ്മിക്കുക. സ്കൂളിലെ റെക്കോർഡിംഗ് IT സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. പരിസ്ഥിതി പ്രമേയമായ കവിതകൾ അതാത് പുസ്തകങ്ങളിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ ശേഖരിക്കാം. ഓരോ കവിതയും റെക്കോർഡ് ചെയ്യുമ്പോൾ കവിയുടെ പേര്, കവിതയുടെ ഉള്ളടക്കം, രചനയുടെ വർഷം, പാടിയ വ്യക്തിയുടെ പേര് മുതലായ കാര്യങ്ങളും സൂചിപ്പിക്കേണ്ടതാണ്.